നാട്ടിലായിരുന്നപ്പോൾ മഴ പെയ്യുമ്പോഴെല്ലാം ജനലിൻ്റെ സൈഡിൽ പോയിരുന്ന് ആദ്യം അഫ്രയും മഴ ആസ്വദിക്കാറുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. എന്താ ഒരു ട്രാൻസിഷൻ അല്ലേ. സ്നോഫോൾ വന്നു കഴിഞ്ഞാൽ അവർ ഓടി പുറത്തിറങ്ങാറുണ്ട്. ഇത്തവണയോ സ്നോയിൽ കളിക്കുന്ന കുറച്ച് സ്നോ ഹോൾഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടോയ്സ് ഉണ്ടാക്കാമെന്ന് കരുതി അവർ പുറത്തിറങ്ങിയതാ. കൂട്ടത്തിൽ ഞാനും പോയി. ബോൾസ് ഉണ്ടാക്കാം, ബേർഡ്സ് ഉണ്ടാക്കാം, സ്നോമാൻ ഉണ്ടാക്കാം. അങ്ങനെ അടുത്തുള്ള കുട്ടികളെല്ലാം കൂടെ വിളിച്ച് അവരിന്ന് സ്നോയിൽ കളിക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ സ്നോയിൽ ഉണ്ടാക്കുന്ന ഈ ടോയ്സ് കാണാനായിട്ട്. നല്ല വൈറ്റ് ബേർഡ്, വൈറ്റ് ബോൾ, ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇതെങ്കിലും നമ്മുടെ മനസ്സിനിത് കാണുമ്പോൾ ഉണ്ടാക്കുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതൊക്കെ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഈ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ നല്ലതാക്കും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകില്ല എന്നല്ലേ. വിൻ്റർ കുറച്ച് ടഫായാലെന്താ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യാനൊന്നും ഇവിടെ സമയം കളയണ്ട കേട്ടോ. അവസാനം എല്ലാം ജാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ. അന്നൊരു ഐസ് സ്കേറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം എഫ്രയും. ഇതൊരു ഇൻഡോർ ഐസ് സ്കേറ്റിംഗ് ആണ്. സ്കൂളിൽ നിന്ന് ഇവരെ ഔട്ട്ഡോർ ഐസ് സ്കേറ്റിംഗ്സിന് കൊണ്ടുപോകാറുണ്ട്. വീഴുമോ എന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യക്ക്. എന്നാലും ചെയ്ത് വന്നപ്പോൾ അവന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. യാത്രകൾക്കിടയിൽ നല്ല സ്പോർട്സൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അതൊക്കെ ഒന്ന് ആസ്വദിക്കാറുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു വാട്ടർഫോൾ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. എത്ര തണുപ്പാണെങ്കിലും വാട്ടർഫോൾ ഒരിക്കലും ഫ്രീസായില്ല. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് അത് വരുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് തന്നെയല്ലേ, ചുറ്റും സ്നോയും നടുക്ക് വാട്ടർഫോൾസും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.